ഹലോ ഫ്രണ്ട്സ്, കുറേ കപട സ്വാമിമാർ നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ്. പലതരത്തിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ കാണുന്നുണ്ടാവും. എന്താ പറയുക, പലതരത്തിലുള്ള കപടമായിട്ടുള്ള വേഷം കെട്ടിയിട്ട്, സ്വാമിമാരെ വേഷം കെട്ടിയിട്ട് പല ആളുകളെയും പറ്റിക്കുക, എന്താ പറയുക, പല സ്ത്രീകളെയും പല വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് പറ്റിക്കുന്ന കാര്യം. പിന്നെ ഇപ്പോൾ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ടല്ലോ, എന്താ പറയുക, നരബലി എന്ന് പറഞ്ഞിട്ടുള്ള. അതിൽ കുറേ ആളുകൾ പോയിട്ട് പെടുന്നുണ്ട്. ന്യൂസും കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കുറേ ആളുകൾ അവരുടെ കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് നല്ല എന്താ പറയുക ആയുസ്, ആരോഗ്യം, അല്ലെങ്കിൽ സമ്പാദ്യം, ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത്തരം ആളുകളുടെ കെണിയിൽ പോയിട്ട് വീണിട്ട് അവരുടെ ജീവൻ തന്നെ അവർ ബലി കൊടുക്കുന്ന ഒരവസ്ഥ. അത്തരത്തിലുള്ള പല ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ടി വിയിലും ന്യൂസിലൊക്കെ പലതരത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ട് വരികയാണ്. അത്തരത്തിലുള്ള ആളുകൾ എന്താ പറയുക കൂടി വരികയാണ്. കുറേ ആളുകൾ നമുക്കറിയാം, ഒരുപാട് ആളുകൾ വിദ്യാഭ്യാസമൊക്കെ ഉള്ള കാരണം കുറേ ആളുകൾ ഇത്തരം കാര്യത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. എന്നാലും ഭൂരിഭാഗം ആളുകളും ഇപ്പോഴും ഇത്തരത്തിലുള്ള എന്താ പറയുക ഈ കപടമായിട്ടുള്ള സ്വാമികളുടെ ഒക്കെ ഒരു കെണിയിൽ പോയി പെടുന്നുണ്ട്. കുറേ ആളുകൾ, അതിനിപ്പോൾ വിദ്യാഭ്യാസമുള്ള ആളുകളാണെങ്കിൽ കൂടി പല ആളുകളും ഇവരുടെ ഒരു കെണിയിൽ പോയി ചാടുന്നുണ്ട്. കാരണം അവരുടെ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം ഇവർ വഴി കിട്ടും എന്നുള്ള ഒരു ഇത് കാരണമൊക്കെ പല ആളുകളും അതിൽ പോയി പെടുന്നുണ്ട്. അല്ലെങ്കിൽ പല ആളുകൾ പറഞ്ഞറിഞ്ഞ് ഇന്നത് ചെയ്താൽ ശരിയാവുമെന്ന് ഞങ്ങൾക്ക് അനുഭവമുണ്ട് എന്നൊക്കെ പല ആളുകളും പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ പോയിട്ട് പെടുകയാണ്. അങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഒരു പ്രശ്നം തീരട്ടെ എന്ന് കരുതിയിട്ട്. അതുപോലെ ഒരു പ്രശ്നത്തിൽ പോയി പെട്ട ഒരു കുടുംബത്തിൻ്റെ കഥയാണ് എന്ന് പറയാനുള്ളത്. ഇത് റിയലായിട്ട് നടന്നിട്ടുള്ള ഒരു കഥ തന്നെയാണ്. അതായത് ഇവരുടെ ഒരു സ്ത്രീയും ഭർത്താവും അവരുടെ വീട്ടിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഇതുപോലെ കൊണ്ടുവരികയാണ്. അവരുടെ ഭർത്താവ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവർ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ ടൈമിൽ ഈ വന്ന ആൾ പറയുകയാണ് ഇയാളുടെ ഭാര്യക്കാണ്, അതായത് ഈ ഫാമിലിയിലുള്ള ഭാര്യക്കാണ് ഇത്തരത്തിലുള്ള ഒരു ബാധ കയറിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഭാര്യയുടെ ദേഹത്ത് നിന്ന് അത് ഒഴിപ്പിച്ചിട്ടില്ലെങ്കിൽ വളരെ എന്താ പറയുക ബുദ്ധിമുട്ടാണ്. അതായത് ഇവർക്ക് 2 കുട്ടികളുണ്ട്. അതായത് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് ആ ഭാര്യ. അതുകൂടാണ്ട് ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് 5 വയസ്സാകുന്നതിന് മുന്നേ ഈ ഭാര്യ മരണപ്പെടും. അപ്പോൾ അതുപോലെ ഈ കുട്ടി 5 വയസ്സാവുന്നതിന് മുന്നേ കുട്ടി മരിക്കും. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. ഈ ഒരു സ്ത്രീയുടെ ഭാഗത്ത് മേത്തുള്ള ഒരു സാധനത്തിന് എന്താ പറയുക രക്തരക്ഷസ് എന്നൊക്കെ പറയുന്നു. അതിനെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ആ കുടുംബത്തിന് സംഭവിക്കും എന്നൊക്കെ ഇവർ ഫാമിലിയുടെ മുന്നിൽ വെച്ചിട്ട് ഈ കപടമായിട്ട് വന്ന ആൾ പറയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ കേൾക്കുമ്പോൾ ആർക്കായാലും ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിക്കും. പക്ഷെ നമ്മുടെ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ വിചാരിക്കുക അങ്ങനെയെങ്കിൽ അത് മാറട്ടെ എന്ന് കരുതിയിട്ട് നമ്മളതിന് സമ്മതിക്കും. അങ്ങനെ ഇയാൾ പിന്നീട് പോയി വീട്ടുകാരുടെ മുന്നിലൊക്കെ വെച്ചിട്ട് ഭാര്യക്കാണ് പ്രശ്നമെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വീട്ടിൽ പോയി. പിന്നെ ഇയാൾ ഒരു ദിവസം രാത്രി ഈ ഭാര്യയ്ക്ക് ഫോൺ വിളിക്കുകയാണ്. ഈ ചങ്ങായി, ഈ കപട സ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ആ ചങ്ങായി ഫോൺ വിളിക്കുകയാണ്. അതായത് ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് ഫോണില്ല. അതായത് ഉമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആൾ എടുത്തയക്കാൻ ആദ്യം ചോദിക്കുന്നത് നിൻ്റെ കൂടെ എടുത്ത ആരെങ്കിലും ഉണ്ടാകുന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ പറയും ഇല്ല പറഞ്ഞോളൂ എന്നൊക്കെ പറയുമ്പോൾ പറയും ഇത് വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീ കുറച്ച് മാറിയിരിക്കുകയാണ്. കുട്ടികളുടെ ഉമ്മയുടെ അടുത്ത് കുറച്ച് മാറി നിന്നിട്ട് ഈ സ്ത്രീയുടെ അടുത്ത് ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ദേഹത്താണ് ഇത്തരത്തിലുള്ള ഒരു ബാധ കൂടിയിട്ടുള്ളത്, അല്ലാതെ നിങ്ങളുടെ ദേഹത്തല്ല എന്നൊക്കെ ഈ സ്ത്രീ വിളിച്ച് പറയുകയാണ്. അതായത് ഭർത്താവിൻ്റെ ദേഹത്താണ് കൂടിയിട്ടുള്ളത്, ഞാൻ അവിടെ വെച്ചിട്ട് അങ്ങനെ നിങ്ങളുടെ മേത്താന്ന് കള്ളം പറഞ്ഞതാണ് എന്നൊക്കെ പറയുകയാണ് ഈ സ്ത്രീയെ വിളിച്ചിട്ട് ഈ ചങ്ങായി. അപ്പോൾ ഈ സ്ത്രീ അതിനിപ്പോൾ ഇനി എന്താണ് ചെയ്യാമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താവിനുള്ള ദേഷ്യവും കാരണം ഒക്കെ ഈ ഒരു സാധനം ഇയാളുടെ മേത്തുള്ള കാരണമാണ് വരുന്നത്, അല്ല അത് മാറ്റിക്കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നിങ്ങളുടെ ജീവിതം ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്നൊക്കെ ഈ ഭാര്യനെ വിളിച്ചിട്ട് ഇയാൾ പറയണം. അപ്പോൾ ഏതൊരു ഭാര്യക്കായാലും നമ്മൾ അങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ മേത്ത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കണം എന്നുള്ള ചിന്തയൊക്കെ വരും. അങ്ങനെ ഇവർ ചോദിച്ചാൽ അതിനിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാമെന്ന് ഈ ഭാര്യ ചോദിക്കുമ്പോൾ ഇയാൾ പറയാണ് അതിനിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നഗ്ന പൂജയാണ്. അതായത് ഈ സ്ത്രീ നഗ്നയായിട്ട് പൂജ ചെയ്യണം, എങ്കിലാണ് അത് മാറ്റാൻ പറ്റുള്ളൂ എന്ന് ഇയാൾ പറയാണ്. അപ്പോൾ ഈ സ്ത്രീ കേട്ടപ്പോൾ ഇനി വേറെ എന്തെങ്കിലും വഴിയുണ്ടോ ഇതല്ലാതെ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ടെൻഷൻ കാരണം ആ ഒരു സ്ത്രീ അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഇല്ല, ഈ ഒരൊറ്റ മാർഗ്ഗം മാത്രമുള്ളൂ, ഈ ഒരു നഗ്നപൂജ വഴി മാത്രമാണ് അത് ഒഴിവാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഈ സ്ത്രീക്ക് മനസ്സിലായി എന്തോ ഒരു വശപ്പശക്കായിട്ടുള്ള സംഭവമാണ്. കാരണം എന്നോട് ആദ്യം എൻ്റെ ദേഹത്താണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് വിളിച്ചിട്ട് ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ ദേഹത്താണെന്നൊക്കെ പറയുമ്പോൾ ആ സ്ത്രീക്ക് വല്ലാണ്ട് അത് വിശ്വാസം വന്നില്ല. അങ്ങനെ ഹസ്ബൻഡ് വന്നപ്പോൾ ഈ കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്ന ടൈമിൽ ഹസ്ബൻഡ് വളരെ ദേഷ്യം പിടിച്ചിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഈ സ്ത്രീ വളരെ മോശമായിട്ട് തന്നെ ചോദിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ദേഷ്യം പിടിച്ചിട്ട് എന്നെ ഇങ്ങനെ മോശം രീതിയിൽ ഇതാക്കാനാണോ നിങ്ങൾ അയാളെ വിളിച്ചു കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കണം. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഹസ്ബൻഡിന് വളരെ ദേഷ്യം വന്നിട്ട് അയാൾ അപ്പം തന്നെ വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങൾ എൻ്റെ ഭാര്യൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ അപ്പം തന്നെ പ്ലേറ്റ് മാറ്റി. അപ്പം തന്നെ ഇയാൾ പറയാൻ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അവരുടെ മേത്തുള്ള അതായത് സ്ത്രീയുടെ മേത്തുള്ള ബാധയെ ഒഴിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ അപ്പം തന്നെ പ്ലേറ്റ് മാറ്റി.
അങ്ങനെ പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും ആയിട്ട് ഈ സ്ത്രീ പറഞ്ഞു ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. അങ്ങനെയാണ് ഈ സ്ത്രീ ഇത് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നത്, ഈ സ്ത്രീക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കൊരു കുറച്ചെങ്കിലും ഒരു ബുദ്ധി അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ടൈമിൽ തോന്നിയ ഒരു ഇത് കാരണം അവരവരുടെ കെണിയിൽ പെടാതെ രക്ഷപ്പെട്ടു, ഈ ആളുടെ കെണിയിൽ പെടാതെ രക്ഷപ്പെട്ട് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഇത്തരത്തിൽ പല ആളുകളും നമ്മളെ ഇടയിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള കെണിയിലൊക്കെ പോയി പെടുന്നുണ്ട്. പല ആളുകൾക്കും അറിയാം ഇങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ ഫേക്കാണ് എന്നറിയാമെങ്കിലും പക്ഷെ അവരുടെ ഉൾമനസ്സിൽ എന്തോ ചിലപ്പോൾ ഒരു പക്ഷെ അത് ചെയ്താൽ ശരിയാവും എന്നുള്ള ആ ഒരു തോട്ട് ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പല ആളുകളും പെരുകിക്കൊണ്ട് വരുന്നത്. ഇത്തരത്തിൽ പണം തട്ടിയെടുക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ അറിഞ്ഞുകൊണ്ടും ഒരു ചെറിയതെങ്കിലും നമുക്ക് മാറ്റം വന്നാലോ എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് അവരുടെ കെണിയിൽ പോയി പെടുന്നുണ്ട്. അങ്ങനത്തിലുള്ള ഒരു ആൾദൈവം എന്ന് പറയുന്ന ഒരു ആളേ ഇല്ല. നമുക്കൊരു ദൈവമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ മാത്രം നമുക്ക് വിശ്വസിച്ചാൽ മതി. ഇത്തരത്തിലുള്ള ആൾദൈവങ്ങൾ കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ പ്രശ്നങ്ങളേ ഉണ്ടാവില്ല ആർക്കും തന്നെ അല്ലേ. ആർക്ക് എന്ത് പ്രശ്നം വന്നാലും ഇത്തരത്തിലുള്ള ആൾദൈവങ്ങളെ പോയി സമീപിച്ചാൽ മതിയല്ലോ, എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമല്ല, അത് തീർച്ചയായിട്ടും ഫേക്ക് തന്നെയാണ്. പല ഇതിൽ നിങ്ങൾ ഇങ്ങനെ ഒരേ ട്രിക്ക് പോലത്തെ ചാനലിലൊക്കെ പോയി നോക്കിയാൽ അറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങളേ ഇല്ല, അത് തീർച്ചയായിട്ടും ഫേക്ക് ആയിട്ടുള്ള സംഭവമാണെന്ന് നമ്മുടെ ഫാസിൽ ബഷീർ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. ആ ഒരു ചാനൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തരത്തിൽ പല ഉടായ്പ ചെയ്യുന്ന ആളുകളെയും ആ ഒരു അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അതെങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും തിളച്ച എണ്ണയിൽ കൈ മുക്കുന്നു, അതുപോലെ തന്നെ ആണിയുടെ പുറത്ത് കയറി നടക്കുന്നു, എന്നിട്ടൊന്നും അവർക്കൊന്നും സംഭവിക്കുന്നില്ല. അത് ഇവർ എന്താ പറയുക ആൾ ദൈവമായത് കാരണമാണ് അവർക്കൊന്നും സംഭവിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ട്രിക്ക് ബൈ ഫാസിൽ ബഷീർ എന്ന് പറയുന്ന ഒരു ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ പൂർണ്ണമായിട്ട് മനസ്സിലാവും. കാരണം അവർക്ക് തെളിവ് സഹിതം എന്താണ് അവർ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തെളിവ് സഹിതം നമ്മുടെ മുന്നിൽ വെച്ച് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കെണികളിൽ ആരും പോയി പെടാതിരിക്കുക. ഇതൊക്കെ തീർച്ചയായിട്ടും ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെ. അവർ ഓരോ ട്രിക്കൊക്കെ ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ ഇത്തരത്തിലുള്ള പരിപാടികൾ നമുക്ക് മുന്നിൽ നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളത് കെണിയിലൊന്നും ആരും പോയി ചാടാതിരിക്കുക. അതുപോലെ തന്നെ പലതരത്തിലുള്ള വീഡിയോസ് ഫേക്കായിട്ട് എഡിറ്റ് ചെയ്യുന്ന വീഡിയോസ് ദൈവത്തിന് അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള വീഡിയോസ് ഉണ്ട്. അതൊക്കെ ഫേക്കായിട്ടുള്ള വീഡിയോസാണ്. അതൊക്കെ നമ്മൾ തന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതൊന്നും അറിയാതെ നമ്മൾ അത്രയും വീഡിയോസിനെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കെണിയിലൊന്നും ആരും തന്നെ പോയി ചാടാതിരിക്കുക.